السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പുതുക്കിയ സിലബസ് അനുസരിച്ചുള്ള ആദ്യത്തെ പരീക്ഷ, പാദവാർഷിക പരീക്ഷ ഈ മാസം ജൂലൈ 24 മുതൽ നടക്കാനിരിക്കുകയാണ്. ഇന്ന് നമ്മളിവിടെ ഈ വീഡിയോയിൽ പറയുന്നത് 3ാം ക്ലാസ്സിലെ കിതാബുൽ അഖീദയുടെ പരീക്ഷയ്ക്ക് വരുന്ന പാഠഭാഗങ്ങളുടെ ഒരു റിവിഷനാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, 4 പാഠങ്ങളാണ് നമുക്ക് ഈ പരീക്ഷയ്ക്ക് വരുന്നത്. ഒന്നാമതായി ഈമാൻ കാര്യങ്ങൾ, രണ്ടാമതായി മലക്കുകൾ, 3 കിതാബുകൾ, 4 അൽ ഫുർഖാനുൽ അലീം. ഈ 4 പാഠങ്ങളാണ് നമുക്ക് പാദവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടത്. ഒന്നാമത്തെ പാഠം നമുക്ക് നോക്കാം. ഈമാൻ കാര്യങ്ങൾ. ഈമാൻ കാര്യങ്ങൾ എന്നുള്ളതാണ് ഒന്നാമത്തെ പാഠം. ഈ പാഠത്തിൽ പ്രധാനമായും പഠിക്കാനുള്ള വിഷയങ്ങൾ എന്താണ്? ഈമാൻ കാര്യങ്ങൾ. ഈമാൻ കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പഠിക്കാനുള്ളത്. നമുക്കൊന്ന് വായിക്കാം. വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. അപ്പോൾ വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു എന്ന് വെച്ചാൽ താഴെ പറയാൻ പോകുന്ന കാര്യങ്ങൾ, ആ കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കൽ നിർബന്ധമാണ്. അങ്ങനെ നമ്മൾ വിശ്വസിക്കുമ്പോഴേ നമ്മൾ പരിപൂർണമായ ഒരു മുഅ്മിൻ ആവുകയുള്ളൂ. അപ്പോൾ നമ്മൾ നിർബന്ധമായും വിശ്വസിക്കേണ്ട കാര്യങ്ങൾക്കാണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്. വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. എത്രയാണ് ഈമാൻ കാര്യങ്ങൾ? അവ 6 ആകുന്നു. ഇവിടെ താഴെ ഒരു പദ്യം തന്നിട്ടുണ്ട്, ഒരു ചെറിയ ബൈത്ത് തന്നിട്ടുണ്ട്. ആ ബൈത്തിലൂടെ ഈമാൻ കാര്യങ്ങൾ ഫുള്ളായിട്ട് ഇവിടെ പറയുന്നുണ്ട്. ഈമാനുനാ ബില്ലാഹി വൽ മലായിക വൽ കുതുബി വർ റുസുലി വ യൗമിത് തഹ്ലുക വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനൽ ഇലാഹി റബ്ബിൽ ആലമീന ബിലാ സലൽ. ഇവിടെ വ്യക്തമായി ഈമാൻ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, ഈമാനുനാ ബില്ലാഹ്, അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക. വൽ മലായിക, മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക. വൽ കുതുബി, കിതാബുകളെ കൊണ്ട് വിശ്വസിക്കുക. അതുപോലെ വർ റുസുലി, മുർസലീങ്ങളെ കൊണ്ട് വിശ്വസിക്കുക. വ യൗമിത് തഹ്ലുക, അന്ത്യനാൾ കൊണ്ട് വിശ്വസിക്കുക. അതുപോലെ വൽ ഖദരി ഖൈരിഹി വ ശർരിഹി മിനൽ ഇലാഹി റബ്ബിൽ ആലമീന ബിലാ സലൽ. എല്ലാ നന്മയും തിന്മയുമായ കാര്യങ്ങളൊക്കെ അള്ളാഹുവിൽ നിന്നാണ് എന്ന് വിശ്വസിക്കുക. ഈ 6 കാര്യങ്ങളാണ് ഈമാൻ കാര്യങ്ങൾ. അപ്പോൾ ഇതും മുഴുവനും, ഈ 6ഉം നമ്മൾ വിശ്വസിക്കേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ വിശ്വസിക്കേണ്ട കാര്യങ്ങൾക്കാണ് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നാം കാണുന്നതും കാണാത്തതുമായ മുഴുവൻ ലോകങ്ങളും പടച്ചതും അവയെ പരിപാലിക്കുന്നതും അള്ളാഹുവാകുന്നു. അവൻ ഒരുവനാണ്. ഇനി താഴെ പറയാൻ പോകുന്നത് അള്ളാഹുവിന്റെ കുറച്ച് വിശേഷണങ്ങളാണ്. അള്ളാഹു അവൻ ഒരുവനാണ്, അവനൊരു കൂട്ടുകാരുമില്ല, അവൻ ആദ്യവും അവസാനവും ഇല്ലാത്തവനാണ്. എന്നു മുതലാണ് അള്ളാഹു ഉണ്ടായത്? ഏത് ദിവസം വരെയാണുള്ളത്? അപ്പൊ നമുക്കൊക്കെ ഒരു ഡേറ്റ് ഓഫ് ബർത്തും മരണ സമയമൊക്കെ ഉണ്ടാവും. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ച് അങ്ങനത്തെ ഒന്നില്ല. അവൻ ആദ്യവും അവസാനവും ഇല്ലാത്തവനാണ്. അവൻ ഒന്നിനെയും ആശ്രയിക്കാത്തവനാണ്. നമുക്ക് പലതിനെയും ആശ്രയിക്കണം. നമുക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ പലരുടെയും ആവശ്യങ്ങൾ ഒരു പക്ഷേ ആവശ്യമായി വരും. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ ഒന്നിനെയും ആശ്രയിക്കാത്തവനാണ്. മറിച്ച് എല്ലാവരും അള്ളാഹുവിനെ ആശ്രയിക്കേണ്ടി വരും. എന്നാൽ അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹു ഒന്നിനെയും ആശ്രയിക്കാത്തവനാണ്. അവൻ എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും കാണുന്നവനുമാണ്. അതുപോലെ അവന്റെ അറിവിനും കാഴ്ചക്കും കേൾവിക്കും പരിമിതിയുമില്ല. ഇതെല്ലാം അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ്. കുറെ വിശേഷണങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അള്ളാഹു ഒരുവനാണ്, അവന് കൂട്ടുകാരില്ല. അതുപോലെ അവൻ ആദ്യവും അവസാനവും ഇല്ലാത്തവനാണ്. അവൻ ഒന്നിനെയും ആശ്രയിക്കാത്തവനാണ്. എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനും കാണുന്നവനുമാണ്. അവന്റെ അറിവിനും കാഴ്ചക്കും കേൾവിക്കും പരിമിതിയുമില്ല. നമ്മുടെ കേൾവിക്കും കാഴ്ചക്കും ഒക്കെ പരിമിതി ഉണ്ട്. നമ്മുടെ മുമ്പിലുള്ള വസ്തുക്കളെ നമുക്ക് കാണാൻ പറ്റൂ, അല്ലെങ്കിൽ ഒരു പരിധി വരെയുള്ള ശബ്ദങ്ങളെ നമുക്ക് കേൾക്കാൻ പറ്റൂ. അതിനപ്പുറത്തേക്കുള്ള നമുക്ക് കാണാനോ കേൾക്കാനോ ഒന്നും കഴിയൂല. പക്ഷെ അള്ളാഹുവിനെല്ലാം കേൾക്കാനും അതുപോലെ കാണാനും അറിയാനും ഒക്കെയുള്ള കഴിവുണ്ട്. അതാണ് അള്ളാഹുവിന്റെ കാഴ്ചക്കും കേൾവിക്കും ഒന്നൊരു പരിധിയും പരിമിതിയുമില്ല എന്ന് പറഞ്ഞത്.
നമുക്ക് അതിനെല്ലാം പരിധിയുണ്ട്. അവനെ മാത്രമേ നാം ആരാധിക്കാവൂ. ആരാധനക്കർഹൻ സർവ്വലോക രക്ഷിതാവായ അള്ളാഹു മാത്രമാകുന്നു. അപ്പോൾ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഓരോ പാഠവും നല്ല രൂപത്തിൽ വായിക്കണം. അറബി മലയാളം വായിക്കാൻ പഠിക്കുക തന്നെ വേണം. നമ്മൾ നല്ല രൂപത്തിൽ ഈ പാഠം വായിക്കണം. 2-3 തവണയൊക്കെ ആവർത്തിച്ച് വായിക്കണം. ഇതിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ഈമാൻ കാര്യങ്ങൾ എന്താണ്, അതുപോലെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ കുറിച്ച് പഠിക്കാനുണ്ട്. അതുപോലെ നമുക്കിതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ഒന്നാമത് ഉത്തരം എഴുതാം. അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ നിന്ന് 3 എണ്ണം എഴുതുക. നമ്മളിപ്പോ കുറെ വിശേഷണങ്ങൾ പറഞ്ഞു. അവൻ ഒരുവനാണ്, അവനൊരു കൂട്ടുകാരുമില്ല, അവൻ ആദ്യവും അവസാനവും ഇല്ലാത്തവനാണ്, അവൻ ഒന്നിനെയും ആശ്രയിക്കാത്തവനാണ്, അവൻ എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനുമാണ്, കാണുന്നവനുമാണ് എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് കുറെ വിശേഷണങ്ങൾ പറഞ്ഞു. ഇവിടെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ നിന്ന് 3 എണ്ണം എഴുതുക. നമുക്ക് എഴുതാൻ എളുപ്പമുള്ള 3 എണ്ണം, സിമ്പിൾ ആയിട്ടുള്ള 3 എണ്ണം, ഇഷ്ടമുള്ളത് എഴുതാം. രണ്ടാമത്തത് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. ഏതിന്? നമ്മൾ ആദ്യം പറഞ്ഞു, വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഈമാൻ കാര്യങ്ങൾ എന്ന് പറയുന്നു. ഇനിയോ നമുക്ക് പരിധിയുണ്ട്. എന്തിനെല്ലാം? ഇതാ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അവന്റെ അറിവിനും കാഴ്ചക്കും കേൾവിക്കും പരിമിതിയുമില്ല, എന്നാൽ നമുക്ക് അതിനെല്ലാം പരിധിയുണ്ട്. അപ്പൊ നമുക്ക് പരിധിയുണ്ട് എന്തിനെല്ലാം എന്ന് ചോദിച്ചാൽ, നമ്മുടെ കേൾവി, നമ്മുടെ കാഴ്ച, നമ്മുടെ അറിവ്, അതിനെല്ലാം എന്തുണ്ട്? പരിമിതിയുണ്ട്. അള്ളാഹുവിനെ സംബന്ധിച്ച് അതൊന്നും പരിമിതിയില്ല. അതാണ് ഇവിടെ എഴുതേണ്ടത്. ഇനി അടുത്തത് പൂരിപ്പിക്കാനുള്ള ഒരു ഭാഗം, ഈമാനുന. നമ്മളിവിടെ നേരത്തെ ഒരു ബൈത്ത് പറഞ്ഞു, ഈമാനുന ബില്ലാഹി വൽ മലായിക വൽ കുതുബി വർ റുസുലി വ യൗമിത് തഹ്ലുക വരെയാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത്. ഇതാണ് ഒന്നാമത്തെ ഭാഗം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാഠഭാഗമാണ് ഈമാൻ കാര്യങ്ങൾ എന്നുള്ളത്. അതുകൊണ്ട് വിദ്യാർത്ഥികൾ വളരെ ശ്രദ്ധയോടെ പഠിക്കുക. എന്താണ് ഈമാൻ കാര്യം എന്നുള്ളത് പഠിക്കുക, അതിന്റെ ഡെഫിനിഷൻ പഠിക്കുക, അതുപോലെ അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പഠിക്കുക. പിന്നെ നമ്മുടെ പരിമിതികൾ ഏതെല്ലാം വിഷയത്തിലാണ് എന്നുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ കഴിയുന്നവർ ഈമാനുന ബില്ലാഹി വൽ മലായിക എന്നുള്ളത് ഈ ബൈത്ത് നിർബന്ധമായും തന്നെ പഠിക്കുക. കാരണം ക്വസ്റ്റ്യനായിട്ട് ഇത് ഫിൽ ഇൻ ദ ബ്ലാങ്ക് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ബൈത്ത് എല്ലാവരും പഠിക്കുക. നമുക്കിവിടെ QR കോഡ് സ്കാൻ ചെയ്താൽ ഇതിന്റെ ഓഡിയോ നമുക്ക് ലഭ്യമാവും. അത് കേട്ട് പഠിക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ പാഠം മലക്കുകളെ കുറിച്ചാണ്. ഇവിടെയും നമ്മൾ പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, മലക്കുകളുടെ വിശേഷണങ്ങൾ. എങ്ങനെയാണ് മലക്കുകൾ അല്ലാഹു തആല സൃഷ്ടിച്ചത്, എന്തുകൊണ്ടാണ് മലക്കുകളെ സൃഷ്ടിച്ചത്, എന്തൊക്കെയാണ് അവരുടെ പ്രത്യേകതകൾ, അതുപോലെ പ്രധാനപ്പെട്ട 10 മലക്കുകളും അവരുടെ ഡ്യൂട്ടികളും ഇവിടെ നമ്മൾ നിർബന്ധമായും പഠിക്കേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് ആ മലക്കുകൾ എന്നുള്ള പാഠഭാഗമാണ് അഖീദയുടെ രണ്ടാമത്തെ ഭാഗം. നമുക്കൊന്ന് നോക്കാം. മലക്കുകൾ, ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തേത് മലക്കുകളിൽ വിശ്വസിക്കലാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഒന്നാമത് ഈമാനുനാ ബില്ലാഹ്, അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസമാണ് ഒന്നാമത്തേതിൽ നമ്മൾ വിശദീകരിച്ചത്. അള്ളാഹുവിന്റെ വിശേഷണങ്ങളും അതുപോലെ അള്ളാഹുവിനെ കുറിച്ചുമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി ഇവിടെ നമ്മൾ പറയുന്നത് ഈമാനുനാ ബില്ലാഹി വൽ മലായിക വൽ കുതുബി വർ റുസുലി വ യൗമിത് തഹ്ലുക എന്നുള്ള ഈ ബൈത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, ഈമാനുനാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കുക, വൽ മലായിക, മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുക, അല്ലെ? അതുകൊണ്ടാണ് രണ്ടാമത്തെ പാഠം മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുന്നതിനെ കുറിച്ചുള്ള പാഠഭാഗമാണ്. ഒന്ന് വായിക്കാം. ഈമാൻ കാര്യങ്ങളിൽ രണ്ടാമത്തേത് മലക്കുകളിൽ വിശ്വസിക്കലാണ്. പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ് അവർ. മനുഷ്യരായ നാമൊക്കെ മണ്ണുകൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ് അവർ, മലക്കുകൾ. അവർ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല. അവർക്ക് ഉറക്കമോ മറവിയോ ഇല്ല. അവർക്ക് അന്നപാനീയങ്ങൾ ആവശ്യമില്ല, ഭക്ഷണമോ വെള്ളമോ ഒന്നും ആവശ്യമില്ല. ക്ഷീണമോ മടിയോ അവർക്കില്ല. അപ്പോൾ തീർത്തും മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തരായ ഒരു വിഭാഗം ആളുകളാണ് മലക്കുകൾ എന്ന് പറഞ്ഞാൽ. അവരുടെ വിശേഷണങ്ങൾ ശ്രദ്ധിക്കണേ. ഒന്നാമത്, അവർ പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവരാണ്. സ്ത്രീകളോ പുരുഷന്മാരോ അല്ല. അവർക്ക് ഉറക്കമോ മറവിയോ ഇല്ല. അവർക്ക് അന്നപാനീയങ്ങൾ ആവശ്യമില്ല. ക്ഷീണമോ മടിയോ അവർക്കില്ല. ഇനിയും അള്ളാഹു കൽപ്പിക്കുന്നതെല്ലാം ചെയ്യുന്നവരാണ് മലക്കുകൾ. എന്താണോ അള്ളാഹു തആല അവരോട് കൽപ്പിക്കുന്നത് അത് മാത്രമാണ് അവർ ചെയ്യുന്നത്. അള്ളാഹുവിന് എതിരായിട്ട് അവരൊന്നും ചെയ്യുന്നില്ല. അപ്പൊ തീർത്തും മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തരാണ്. നമ്മൾ അള്ളാഹു കൽപ്പിച്ച പലതും ചെയ്യാത്തവരുണ്ട്, അല്ലെ? അള്ളാഹു തആല നമ്മോട് ചെയ്യണം എന്ന് പറയുന്നത് പലതും ചെയ്യാറില്ല. ചെയ്യരുത് എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ അള്ളാഹുവിന്റെ നിയമങ്ങൾക്കെതിരായിട്ടൊക്കെ പ്രവർത്തിക്കുന്നവരാണ് മനുഷ്യർ. എന്നാൽ മലക്കുകളെ സംബന്ധിച്ച് അവർ അള്ളാഹു എന്താണോ അവരോട് കൽപ്പിക്കുന്നത് അത് മാത്രം ചെയ്യുന്നവരാണ്.
നിമിഷ നേരം കൊണ്ട് അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ അവർക്ക് കഴിയും. അവരുടെ എണ്ണം അള്ളാഹുവിനല്ലാതെ അറിയുകയുമില്ല. അപ്പൊ ഇത്രയും വിശേഷണങ്ങൾ ഉൾക്കൊള്ളുന്ന വളരെ ഒരു പ്രത്യേകമായ സൃഷ്ടിപ്പാണ് അള്ളാഹു താല ഈ മലക്കുകളിലൂടെ അള്ളാഹു താല നടത്തിയിട്ടുള്ളത്. ഇനി ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത് പ്രധാനികളായ 10 മലക്കുകളുടെ പേരും അവരുടെ ചുമതലയും നാം അറിയേണ്ടതുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഈ പ്രധാനപ്പെട്ട 10 മലക്കുകളുടെ പേരും അവരുടെ ഡ്യൂട്ടിയും എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായും പഠിക്കണം. ഒന്നാമത്തെ മലക്ക് ഏതാണ്? ജിബ്രീൽ അലൈഹിസലാം. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഡ്യൂട്ടി എന്താ? അംബിയ മുർസലുകൾക്ക്, നബിമാർക്ക് വഹയ് എത്തിച്ചു കൊടുക്കലാണ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഡ്യൂട്ടി. ജിബ്രീൽ അലൈഹിസ്സലാമാണ് മലക്കുകളുടെ നേതാവ്. ആ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഡ്യൂട്ടി എന്താ? നബിമാർക്കൊക്കെ വഹയ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. മീകായിൽ അലൈഹിസ്സലാമോ? രണ്ടാമത്തത് മീകായിൽ അലൈഹിസ്സലാം. എന്താണ് മീകായിൽ അലൈഹിസ്സലാമിന്റെ ഡ്യൂട്ടി? ഇടി, മിന്ന്, മഴ, കാറ്റ്, റിസ്ക് മുതലായവ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടവർ ഇവരാണ് മീകായിൽ അലൈഹിസ്സലാം. ഇനി അടുത്തത് ഇസ്രാഫീൽ അലൈഹിസലാം. സൂർ എന്ന കാഹളത്തിൽ ഊതുന്നവർ. ഈ സൂർ എന്ന കാഹളത്തിൽ ഊതുമ്പോഴാണല്ലോ പിന്നെ ഖിയാമത്ത് നാൾ സംഭവിക്കുക. അപ്പോൾ അതിന്റെ മുമ്പ് ആയി ഇസ്രാഫീൽ അലൈഹിസലാം ഊതും. ആ ഊതാൻ വേണ്ടി അള്ളാഹു തആല ഏൽപ്പിച്ച പ്രത്യേകമായ മലക്കാണ് ഇസ്രാഫീൽ അലൈഹിസലാം. ഇനി അടുത്തത് അസ്റായിൽ അലൈഹിസലാം. നമുക്കൊക്കെ പരിചയം ഉണ്ടാവും. അസ്റായിൽ അലൈഹിസലാം റൂഹുകളെ പിടിക്കൽ. അപ്പൊ ജീവനുള്ള വസ്തുക്കളുടെ ഒക്കെ റൂഹിനെ പിടിക്കാൻ അള്ളാഹു തആല ഏൽപ്പിച്ചത് അസ്റായിൽ അലൈഹിസലാമാണ്. അസ്റായിൽ അലൈഹിസലാം റൂഹ് പിടിക്കുമ്പോഴാണ് ഒരാൾ മയ്യത്തായി, ഒരാൾ മരിച്ചു എന്നൊക്കെ നമ്മൾ പറയാ. അപ്പോൾ അസ്റായിൽ അലൈഹിസലാമിന്റെ ഡ്യൂട്ടി റൂഹ് പിടിക്കലാണ്. ഇനിയോ മുൻകർ നക്കീർ അലൈഹിസലാം. ഇവിടെ 5ഉം 6ഉം മലക്കുകൾ ഒരേ കള്ളിയിലാണ് എഴുതിയിട്ടുള്ളത്. മുൻകർ നക്കീർ അലൈഹിസലാം. രണ്ടാളുടെയും ഡ്യൂട്ടി എന്താ? ഖബറിൽ വെച്ച് ചോദ്യം ചെയ്യൽ. ഒരു മനുഷ്യൻ മരിച്ച് ഖബറിൽ ഇറക്കിയാൽ എന്ത് ചെയ്യും? ഖബറിൽ വന്നിട്ട് 2 മലക്കുകൾ ചോദ്യം ചോദിക്കും. ആ വരുന്ന 2 മലക്കുകളുടെ പേരാണ് മുൻകർ നക്കീർ അലൈഹിമസ്സലാം. ഇനി അടുത്തത് 7ഉം 8ഉം റഖീബ് അതീദ് അലൈഹിസലാം. നന്മ തിന്മ എഴുതൽ. റഖീബ് അലൈഹിസ്സലാം നന്മകൾ എഴുതും, അതീദ് അലൈഹിസ്സലാം തിന്മകളൊക്കെ എഴുതും. നമ്മൾ ചെയ്യുന്ന നന്മകൾ, നമ്മൾ പറയുന്ന നന്മകളൊക്കെ ആരെഴുതും? റഖീബ് അലൈഹിസ്സലാം എഴുതും. അതുപോലെ അതീദ് അലൈഹിസ്സലാം നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ, തിന്മകൾ, നമ്മൾ പറയുന്ന മോശം വാക്കുകൾ, പ്രവർത്തികളൊക്കെ ആര് രേഖപ്പെടുത്തും? അതീദ് അലൈഹിസ്സലാം രേഖപ്പെടുത്തും. ഇനി 9ാമത്തത് മാലിക് അലൈഹിസ്സലാം. എന്താണ് മാലിക് അലൈഹിസ്സലാമിന്റെ ഡ്യൂട്ടി? നരകം കാക്കലാണ്. 10ാമത്തത് റിളുവാൻ അലൈഹിസ്സലാം, സ്വർഗം കാക്കുക. അപ്പോൾ ഈ 10 മലക്കുകളുടെ പേര് നിർബന്ധമായും പഠിക്കണം. അവരുടെ ഡ്യൂട്ടിയും നമ്മൾ പഠിക്കണം. പരീക്ഷയ്ക്ക് ഇവിടെ ഡിസോർഡർ ആയിട്ട് തന്നിട്ട് മലക്കുകളുടെ പേര് തരും, എന്നിട്ട് അവരുടെ ഡ്യൂട്ടികൾ ഡിസോർഡർ ആയിട്ട് തരും. അത് നമ്മൾ നേരെയാക്കാനുണ്ടാകും. അപ്പോൾ ഈ 10 മലക്കുകളും അവരുടെ ഡ്യൂട്ടിയും നിർബന്ധമായും നമ്മൾ അറിയണം. അതാണ് ഈ പാഠത്തിൽ പ്രധാനമായിട്ടും പഠിക്കാനുള്ളത്. മലക്കുകൾ ആരാണ് എന്ന് പറഞ്ഞു, അവരുടെ വിശേഷണങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ 10 അവരിൽ പ്രധാനപ്പെട്ട മലക്കുകളുടെ എണ്ണം നമുക്കറിയൂല, അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. അത്രയും കോടിക്കണക്കിനുണ്ടാവും. പക്ഷെ അതിൽ പ്രധാനപ്പെട്ട 10 മലക്കുകളെ കുറിച്ച് അറിയൽ നിർബന്ധമാണ് ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ച്. അതുകൊണ്ട് ഈ 10 മലക്കുകളുടെ പേരും അവരുടെ ഡ്യൂട്ടിയും എല്ലാവരും നിർബന്ധമായും പഠിക്കണം. ഇനി അതിന്റെ തദ്രീബാത്ത് നമുക്ക് നോക്കാം. ഉത്തരം പറയാം. മലക്കുകൾ ആരാകുന്നു? മലക്കുകൾ ആരാകുന്നു? നമ്മൾ നേരത്തെ ഓൾറെഡി വായിച്ചു. പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ് മലക്കുകൾ. അപ്പോൾ ഇതാണ് അവിടെ എഴുതേണ്ടത്. പ്രകാശം കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു പ്രത്യേക സൃഷ്ടികളാണ് അവർ, മലക്കുകൾ. ഇനിയോ മലക്കുകളുടെ വിശേഷണങ്ങളിൽ നിന്ന് 3 എഴുതുക. നമ്മൾ കുറെ വിശേഷണങ്ങൾ പറഞ്ഞു. അവർ സ്ത്രീകളോ പുരുഷന്മാരോ അല്ല, അവർക്ക് ഉറക്കമോ മറവിയോ ഇല്ല, അവർക്ക് അന്നപാനീയങ്ങൾ ആവശ്യമില്ല, ക്ഷീണമോ മടിയോ അവർക്കില്ല. അള്ളാഹു കൽപ്പിക്കുന്നതെല്ലാം ചെയ്യുന്നവരാണ് മലക്കുകൾ. നിമിഷ നേരം കൊണ്ട് അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താൻ അവർക്ക് കഴിയും. അല്ലെ? ഇതെല്ലാം മലക്കുകളുടെ വിശേഷണങ്ങളാണ്. ഇതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള, എളുപ്പമുള്ള 3 വിശേഷണങ്ങൾ എഴുതുക. ഇനിയോ മാലിക് അലൈഹിസ്സലാമിന്റെ ചുമതല എന്താ? മാലിക് അലൈഹിസ്സലാം നമ്മൾ പറഞ്ഞു. നേരത്തെ 10 മലക്കുകളെ പേര് പറഞ്ഞപ്പോ അതിൽ 9ാമത്തെ മലക്കാണ് മാലിക് അലൈഹിസ്സലാം. ഈ മാലിക് അലൈഹിസ്സലാമിന്റെ ഡ്യൂട്ടി എന്താ? നരകം കാക്കൽ. നരകത്തിന്റെ ചുമതല ഏറ്റെടുത്തത് അല്ലെങ്കിൽ അല്ലാഹു തആല ഏൽപ്പിച്ചത് ആരെയാണ്? ഈ മാലിക് അലൈഹിസ്സലാമിനെയാണ്. അപ്പൊ മാലിക് അലൈഹിസ്സലാമിന്റെ ചുമതല, ഡ്യൂട്ടി എന്താ? നരകം കാക്കലാണ്. ഇനി ഇവിടെ ഒരു പാട്ട് തന്നിട്ടുണ്ട്, ഒരു 2 ലൈന് ഉള്ള ഒരു പാട്ട്. ഈ പാട്ടിൽ 10 മലക്കുകളുടെയും പേരുകൾ പറയുന്നുണ്ട്. തഫ്സീലു അശ്രിൻ മിൻഹുമു ജിബ്രീലു മീകാലു ഇസ്റാഫീലു അസ്റായീലു മുൻകർ നകീറുൻ വറഖീബുൻ വകദാ
അതീദു മാലികും വറിദ്വാനുൻ ഖുദാ. അപ്പൊ ഇവിടെ ഈ 10 മലക്കുകളെ പേരും വിശദീകരിച്ചിട്ടുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാം, മീകായിൽ അലൈഹിസ്സലാം, ഇസ്രാഫീൽ അലൈഹിസ്സലാം, അസ്റായിൽ അലൈഹിസ്സലാം, മുൻകർ അലൈഹിസ്സലാം, നക്കീർ അലൈഹിസ്സലാം, റഖീബ് അലൈഹിസ്സലാം, അതീദ് അലൈഹിസ്സലാം, മാലിക് അലൈഹിസ്സലാം, റിദ്വാൻ അലൈഹിസ്സലാം. അപ്പോൾ ഈ പാട്ട് പഠിച്ചാലും 10 മലക്കുകളുടെ പേര് നമുക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ കഴിയും, ഓർമ്മയിൽ വരും. ഇനി ഈ പാട്ട് പഠിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ എന്തായാലും ചിലപ്പോ ഇതും നേരത്തെ പറഞ്ഞ പോലെ ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പാട്ടും പഠിക്കുക. നിർബന്ധമായിട്ടും 10 മലക്കുകളുടെ പേരും അവരുടെ ഡ്യൂട്ടിയും പഠിക്കുക. ഇനി ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു ഡിസോർഡർ ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ, ഇത് നമ്മൾ യോജിപ്പിക്കണം. ഒന്നാമത്തത് ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഡ്യൂട്ടി അതാ ഇവിടെ ഓപ്ഷൻസുകളുണ്ട്. ഇത് ഡിസോർഡർ ആയിട്ടാണ് തന്നിട്ടുള്ളത്. സ്വർഗം കാക്കലാണോ? അല്ല, വഹി എത്തിക്കൽ രണ്ടാമത്തതാണ്. വഹി എത്തിക്കലാണ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ഡ്യൂട്ടി. അപ്പൊ അത് ഇവിടുന്ന് ഇങ്ങോട്ട് വരഞ്ഞു കൊടുക്കണം. രണ്ടാമത്തത് മുൻകർ അലൈഹിസ്സലാം. മുൻകർ അലൈഹിസ്സലാമിന്റെ ഡ്യൂട്ടി എന്താ? ഇതാ ഖബറിൽ ചോദ്യം ചെയ്യലാണ് മുൻകർ അലൈഹിസ്സലാം. ഇനി അടുത്തത് റിദ്വാൻ അലൈഹിസ്സലാം, സ്വർഗം കാക്കലാണ് റിദ്വാൻ അലൈഹിസ്സലാമിന്റെ ഡ്യൂട്ടി. അടുത്തത് ഇസ്രാഫീൽ അലൈഹിസ്സലാം, സൂർ എന്ന കാഹളത്തിൽ ഊതൽ. അപ്പോൾ ഈ 10 മലക്കുകളുടെ പേരും അവരുടെ ഡ്യൂട്ടിയും കൃത്യമായി പഠിച്ചാലേ നമുക്ക് ഇങ്ങനെ ഡിസോർഡർ ആയി വന്നാൽ അതിന് യോജിപ്പിക്കാൻ കഴിയുള്ളൂ. എല്ലാ വിദ്യാർത്ഥികളും നല്ല രൂപത്തിൽ പഠിക്കുക. അടുത്തത് 3ാമത്തെ പാഠം കിതാബുകൾ. നമ്മൾ നേരത്തെ ഒരു പാട്ട് പറഞ്ഞല്ലോ, ഈമാൻ കാര്യങ്ങൾ 6ആണ്. ആ 6ൽ ഈമാനുനാ ബില്ലാഹി വൽ മലായിക, ഒന്നാമത്തെ പാഠത്തിൽ അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു. രണ്ടാമത്തെ പാഠത്തിൽ മലക്കുകളെ കുറിച്ച് പറഞ്ഞു. ഇനി 3ാമത്തെ പാഠത്തിൽ കുതുബ്. കുതുബ് എന്ന് വെച്ചാൽ കിതാബുകൾ. കിതാബുകളെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. അതിനെ കുറിച്ചാണ് ഈ പാഠത്തിൽ നമ്മൾ പറയുന്നത്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ് ഖുർആൻ. ഈ നബിതങ്ങൾക്ക് മുമ്പ് വന്ന നബിമാർക്കും അല്ലാഹു തആല കിതാബുകൾ ഇറക്കി കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ നമ്മൾ വിശ്വസിക്കൽ നിർബന്ധമാണ്. അപ്പോ നമ്മൾ ഈ ഖുർആനിനെ തള്ളിക്കളയാൻ പാടില്ല. അല്ലെങ്കിൽ മുമ്പ് കഴിഞ്ഞു പോയ നബിമാർക്ക് പിന്നെ ഇറക്കപ്പെട്ട ഈ വിശുദ്ധമായ ഗ്രന്ഥങ്ങളെ നമ്മൾ അതിൽ വിശ്വസിക്കാൻ പാടില്ല. അതെല്ലാം നമ്മൾ വിശ്വസിക്കണം. അതെല്ലാം നമ്മുടെ ഈമാനിന്റെ ഭാഗമാണ്. അപ്പോൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. കിതാബുകൾ. മനുഷ്യരായ നാം ഉത്തമരായ സൃഷ്ടികളാണല്ലോ. നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്, ഇഹപര വിജയമാണത്. അപ്പോൾ എന്താ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? ഇഹപര വിജയം, 2 ലോകവും വിജയിക്കണം. അത് കരഗതമാവാൻ ജീവിതത്തിൽ ചില നിയമങ്ങളും പാലിക്കണം. അവ നിർമ്മിച്ചു നൽകാൻ അധികാരമുള്ളത് സൃഷ്ടാവായ അള്ളാഹുവിന് മാത്രമാണല്ലോ. അള്ളാഹു മനുഷ്യർക്ക് നൽകുന്ന നിയമനിർദ്ദേശങ്ങൾ അടങ്ങിയ ഗ്രന്ഥങ്ങളാണ് അള്ളാഹുവിന്റെ കിതാബുകൾ. അപ്പോൾ നമ്മൾ ഈ ദുനിയാവിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്? അള്ളാഹുവിനെ വഴിപ്പെട്ടാണല്ലോ ജീവിക്കേണ്ടത്. ഏതൊക്കെ രൂപത്തിലാണ് അള്ളാഹുവിനെ അനുസരിക്കേണ്ടത്? എങ്ങനെയൊക്കെയാണ് നമ്മൾ ജീവിക്കേണ്ടത്? നമുക്കിഷ്ടമുള്ള രൂപത്തിൽ ജീവിക്കാൻ കഴിയൂല. നമ്മൾ നിലകൊള്ളുന്ന പരിശുദ്ധമായ ഇസ്ലാം, ആ ഇസ്ലാമിന് ഒരുപാട് കാഴ്ചപ്പാടുകളുണ്ട്. അള്ളാഹു ഒരുപാട് നിയമങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്. അതെല്ലാം വിശദീകരിക്കുന്നതാണ് അള്ളാഹുവിന്റെ കിതാബുകൾ എന്ന് പറഞ്ഞാൽ. അവയെല്ലാം അള്ളാഹുവിന്റെ കലാമാണെന്ന് നാം വിശ്വസിക്കണം. ഇനിയോ പ്രവാചകരിൽ കൂടിയാണ് അവ ലഭിച്ചത്. അതിന്റെ വിശദീകരണം നൽകിയതും അവരാണ്. 4 കിതാബുകളും 100 ഏടുകളുമാണ് അള്ളാഹു ഇറക്കിയത്. അവയുടെ പേരുകളും എണ്ണവും അവ ഇറക്കപ്പെട്ട നബിമാരും ആരെല്ലാമാണെന്ന് നാം പഠിച്ചിട്ടുണ്ട്. 4 കിതാബുകളുടെ ഭാഷ നമുക്ക് പഠിക്കാം. നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹിസ്സലാമിന് തൗറാത്ത്, ഈസാ നബി അലൈഹിസ്സലാമിന് ഇൻജീല്, അതുപോലെ ദാവൂദ് നബി അലൈഹിസ്സലാമിന് സബൂർ. പരിശുദ്ധമായ ഖുർആൻ അതായിരിക്ക നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക്. ഇങ്ങനെ 4 കിതാബുകളെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഈ പാഠത്തിൽ നമ്മൾ ഇവിടെ പറയുന്നത് ആ കിതാബുകളുടെ മുമ്പ് ഇറക്കപ്പെട്ട കിതാബുകളുടെ ഒക്കെ ഭാഷ എങ്ങനെയായിരുന്നു? തൗറാത്ത് മൂസാ നബി അലൈഹി സ്വലാമിന് ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ്. അതിന്റെ ഭാഷ ഏതാ? ഇബ്രാനി, ഹിബ്രു. സബൂർ എന്ന് പറഞ്ഞാൽ ദാവൂദ് നബി അലൈഹി സ്വലാമിന് ഇറക്കി കൊടുത്തതാണ്. യൂനാനി, ഗ്രീക്ക്. ഇനി അടുത്തതോ ഇൻജീൽ എന്ന് പറഞ്ഞാൽ ഈസാ നബി അലൈഹി സ്വലാമിന് ഇറക്കിയതാണ്. സുരിയാനി ഭാഷയിലാണ് ഇൻജീൽ ഇറക്കപ്പെട്ടിട്ടുള്ളത്. ഇനിയോ അൽ ഫുർഖാനുൽ അലീം, ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ, അതേതില അറബി ഭാഷയിലാണ്. അപ്പോൾ ഈ 4 കിതാബുകളുടെയും ഭാഷകൾ നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇനി ഉത്തരം പറയാം. അള്ളാഹു അവതരിപ്പിച്ച കിതാബുകൾ എത്രയാണ്?
4 കിതാബുകളാണ്. 4 കിതാബുകളും 100 ഏടുകളും. അപ്പോൾ ഇവിടെ കിതാബുകൾ എത്ര എന്നേ ചോദിച്ചിട്ടുള്ളൂ. അപ്പൊ 4 എന്ന് എഴുതിയാൽ മതി. നമ്മുടെ ജീവിത ലക്ഷ്യം എന്താകുന്നു? നമ്മൾ നേരത്തെ വായിച്ചപ്പോൾ അതിന്റെ ആൻസർ കണ്ടിട്ടുണ്ട്. ഇഹപര വിജയമാണ് ഏത്? നമ്മുടെ ലക്ഷ്യം. ഇഹപര വിജയമാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം, അല്ലെ? നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്, ഇഹപര വിജയമാണത്. ഇതാണ് അതിന്റെ ആൻസർ. ഇഹപര വിജയത്തിന് അനിവാര്യമാണ് എന്താണ് ഇഹപര വിജയത്തിന് അനിവാര്യമായ കാര്യങ്ങൾ? അല്ലാഹു തആല നമ്മോട് കൽപ്പിച്ച ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അനുസരിച്ചുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. അടുത്തത് കണ്ടെത്താം. ആദം നബിക്ക് ഇറക്കപ്പെട്ട ഏടുകൾ എത്രയാണ്? 10 ഏടുകളാണ്. നമ്മൾ പറഞ്ഞു 100 ഏടുകളാണ്. 4 കിതാബുകളും 100 ഏടുകളുമാണ് അല്ലാഹു തആല ഇറക്കിയത്. അതിൽ ആദം നബിക്ക് ഇറക്കപ്പെട്ട ഏടുകൾ 10. ഇനിയോ സബൂർ ഇറക്കപ്പെട്ട നബി ആരാകുന്നു? ദാവൂദ് നബി അലൈഹിസ്സലാമാണ് സബൂർ ഇറക്കപ്പെട്ട നബി. ഇനിയോ ഷീസ് നബിക്ക് എത്ര ഏടുകൾ ഇറക്കപ്പെട്ടു? ഷീസ് നബിക്ക് 50 ഏടുകളാണ് ഇറക്കിയിട്ടുള്ളത്. ഇനിയോ പട്ടിക പൂർത്തിയാക്കാം. ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്, അത് നമുക്ക് പൂർത്തിയാക്കാം. നബി മൂസാ നബി അലൈഹിസ്സലാം. ഒന്നാമത്തത് മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാമിന് ഇറക്കപ്പെട്ട ഗ്രന്ഥം ഏതാണ്? തൗറാത്ത്. ആ തൗറാത്തിന്റെ ഭാഷ ഏതായിരുന്നു? നമ്മളിവിടെ പറഞ്ഞു ഹിബ്രു, അല്ലെ? ഇബ്രാനി, ഹിബ്രു എന്നുള്ള ഭാഷയിലാണ് തൗറാത്ത് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ മൂസാ നബി അലൈഹിസ്സലാം അതിന് നേരെ എഴുതേണ്ട കിതാബ് ഏതാ? തൗറാത്താണ് മൂസാ നബിക്ക് ഇറക്കിയിട്ടുള്ളത്. അതുപോലെ ഹിബ്രു ഭാഷയിലാണ്. ഇനി അടുത്തത് ദാവൂദ് നബി അലൈഹിസ്സലാം. ദാവൂദ് നബി അലൈഹിസ്സലാമിന് ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ് സബൂർ. ആ സബൂർ എന്നുള്ളത് ഏത് ഭാഷയിലാണ് ഇറക്കിയിട്ടുള്ളത്? യുനാനി, ഗ്രീക്ക് ഭാഷയിലാണ് സബൂർ എന്നുള്ളത് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എഴുതേണ്ടത് ദാവൂദ് നബി അലൈഹിസ്സലാം. സബൂർ ഇവിടെ ഓൾറെഡി ഉണ്ട്. പിന്നെ ഗ്രീക്ക് ഭാഷ ഏതാ? ഗ്രീക്ക്. ഇനി അടുത്തത് ഏതാ? ഈസാ നബി അലൈഹിസ്സലാമാണ് അടുത്ത നബി. ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാമിന് ഇറക്കപ്പെട്ട ഗ്രന്ഥം ഇൻജീൽ. ഇവിടെ ഇൻജീൽ എന്ന് എഴുതി കൊടുക്കണം. ഇൻജീൽ ഏത് ഭാഷയിലാ? സുറിയാനി ഭാഷയിലാണ്. ഇനി അടുത്തത് നമുക്കൊക്കെ അറിയാം, മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല ഇറക്കി കൊടുത്ത ഗ്രന്ഥം ഏതാ? അത് ഖുർആൻ. ഖുർആനാണ്. ഫുർഖാനുൽ അളീം. ഏത് ഭാഷയിലാ? അറബി ഭാഷയിലാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പഠിക്കാനുള്ളത്. അപ്പോൾ വിശ്വാസപരമായ കാര്യങ്ങളിൽ മൂന്നാമത്തത് കിതാബുകളിൽ വിശ്വസിക്കലാണ്. ആ കിതാബുകളെ കുറിച്ച് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. മൂസാ നബി അലൈഹി സ്വലാമിന് തൗറാത്തും, ദാവൂദ് നബി അലൈഹി സ്വലാമിന് സബൂറും, ഈസാ നബി അലൈഹി സ്വലാമിന് ഇൻജീലും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഖുർആനും. ഓരോ ഗ്രന്ഥങ്ങളുടെയും കിതാബുകളുടെയും ഭാഷ നമ്മൾ പറഞ്ഞു. തൗറാത്ത് എന്നുള്ള ഗ്രന്ഥം ഹിബ്രു ഭാഷയിലും, സബൂർ ഗ്രീക്ക് ഭാഷയിലും, അതുപോലെ ഇൻജീൽ സുറിയാനി ഭാഷയിലും, ഖുർആൻ അറബി ഭാഷയിലുമാണ് ഇറങ്ങിയത്. പിന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ആദം നബിക്ക് ഇറക്കപ്പെട്ട ഏടുകൾ എത്ര? 10 എണ്ണമാണ്. അതുപോലെ ഷീസ് നബി അലൈഹി സ്വലാമിന് ഇറക്കപ്പെട്ട ഏടുകൾ 50 ആകുന്നു. ഇനി ആദം നബി, ഷീസ് നബി ഇവര് കൂടാതെ ഇദ്രീസ് നബിക്ക് 30ഉം, അതുപോലെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് 10ഉം, അങ്ങനെ ടോട്ടൽ 100 ഏടുകളാണ് അല്ലാഹു തആല ഇറക്കി കൊടുത്തിട്ടുള്ളത് എന്ന് ഇതിന്റെ കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി നമുക്ക് അടുത്തത് പറയാനുള്ളത് പാഠം 4 അൽ ഫുർഖാനുൽ അളീം എന്നുള്ളതാണ്. പരിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു 4 കിതാബുകളാണ് അല്ലാഹു തആല ഇറക്കിയിട്ടുള്ളത്. തൗറാത്ത്, സബൂർ, ഇൻജീൽ, അതുപോലെ ഖുർആൻ. ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കപ്പെട്ട ഗ്രന്ഥമാണ് അൽ ഫുർഖാനുൽ അളീം എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഗ്രന്ഥമാണ്. ഇനി ഖിയാമത്ത് നാൾ വരെയുള്ള ആളുകൾക്ക് ഫോളോ ചെയ്യാനുള്ള ഗ്രന്ഥമാണ് ഇത്, പരിശുദ്ധമായ ഖുർആൻ. നോക്ക്, അള്ളാഹു ഇറക്കിയ വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് പരിശുദ്ധ ഖുർആൻ ആകുന്നു. അത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കപ്പെട്ടതാണ്. 23 വർഷം കൊണ്ടാണ് അതിന്റെ അവതരണം പൂർത്തിയാക്കപ്പെട്ടത്. ഘട്ടം ഘട്ടങ്ങളായിട്ട് 23 വർഷങ്ങളെ കൊണ്ടാണ് പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. ലോകാവസാനം വരെയുള്ള മുഴുവൻ ജനതക്കും മാർഗനിർദ്ദേശമാണത്. മറ്റു കിതാബുകളെല്ലാം ചില പ്രത്യേക ജനതക്കും കാലക്കാർക്കും വേണ്ടി മാത്രം ഇറക്കപ്പെട്ടതാകുന്നു. മൂസാ നബി അലൈഹി സ്വലാമിന്റെ തൗറാത്ത് ആ ഒരു പ്രത്യേക ജനതക്ക് വേണ്ടി മാത്രമായിരുന്നു. ഈസാ നബി അലൈഹി സ്വലാമിന്റേത് ആ നബിയുടെ ഒരു പ്രത്യേക ജനതക്ക് വേണ്ടി മാത്രമായിട്ടുള്ളതായിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറക്കപ്പെട്ട പരിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, അത് ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ ജനങ്ങൾക്കും കാലക്കാർക്കും വേണ്ടി ഇറക്കപ്പെട്ടതാണ്. ഏത്? പരിശുദ്ധമായ ഖുർആൻ.
ഇനിയോ നമ്മൾ ഇവിടെ പറഞ്ഞു മറ്റു കിതാബുകളെല്ലാം ചില പ്രത്യേക ജനതക്കും കാലക്കാർക്കും വേണ്ടി മാത്രം ഇറക്കപ്പെട്ടതാണ്. അവ ഇറക്കപ്പെട്ട പ്രവാചകന്മാർക്ക് ശേഷം അവരുടെ ജനത അവയിൽ പല മാറ്റത്തിരുത്തലുകളും നടത്തി. പരിശുദ്ധ ഖുർആനിൽ ഒരു മാറ്റവും വരുത്താൻ ഒരാൾക്കും കഴിയുകയില്ല. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു എങ്ങനെയാണോ ഇറക്കി കൊടുത്തത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും. അതിലൊരു ഹർക്കത്തിന് പോലും ഒരു മാറ്റം വരുത്താൻ ഒരാളെ കൊണ്ടും കഴിയൂല. ഇനി ഖിയാമത്ത് നാൾ വരെയും കഴിയുകയുമില്ല. അല്ലാഹു തആല ഖുർആനിൽ തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. നിശ്ചയം പരിശുദ്ധ ഖുർആൻ നാമാണ് ഇറക്കിയത്. അല്ലാഹു പറയാണ്, പരിശുദ്ധ ഖുർആൻ നാമാണ് ഇറക്കിയത്, അതിനെ നാം സംരക്ഷിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഖിയാമത്ത് നാൾ വരെ ആര് ശ്രമിച്ചാലും ഒരാൾക്കും ആ പരിശുദ്ധ ഖുർആനിൽ ഒരു മാറ്റത്തിരുത്തലുകളും വരുത്താൻ കഴിയുകയില്ല. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞ തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഇതിലെല്ലാം ആ നബിമാരുടെ കാലത്തിന് ശേഷം അവരുടെ ജനതയിൽപ്പെട്ട പല ആളുകളും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മറ്റുള്ള കിതാബുകൾ, ഖുർആനല്ലാത്ത മറ്റൊന്നും ഫോളോ ചെയ്യാൻ പാടില്ല. പരിശുദ്ധമായ ഖുർആനിനെയാണ് നാം ഫോളോ ചെയ്യേണ്ടത്. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടതോടെ മറ്റുള്ളവയെല്ലാം ദുർബലപ്പെടുത്തപ്പെടുകയും ചെയ്തു. ഖുർആനിനെ നാം ബഹുമാനിക്കണം. അതിന്റെ മീതെ ഒന്നും വെക്കാവതല്ല. ശുദ്ധി കൂടാതെ അതിനെ തൊടാനോ ചുമക്കാനോ പാടില്ല. അതിന്റെ നേരെ കാൽ നീട്ടാനോ വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കാനോ പാടില്ല. ഇതെല്ലാം നമ്മൾ ഖുർആനിനോട് കാണിക്കേണ്ട മര്യാദകളാണ്. നിയമാനുസരണമല്ലാതെ അതിനെ ഓതാനും പാടില്ല. തജ്വീദ് അനുസരിച്ച് മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ? നമ്മൾ ഖുർആൻ ഓതാൻ പാടുള്ളൂ. ഖുർആൻ ഓതുന്ന സമയത്ത് കുറെ നിയമങ്ങൾ പാലിക്കണം. ആ നിയമങ്ങളൊക്കെ പാലിച്ചിട്ടാണ് നമ്മൾ ഖുർആൻ ഓതേണ്ടത്. അല്ലാതെ കേവലം അറബി വായിക്കുന്നത് പോലെ അങ്ങനെ വായിച്ചു വിടാനുള്ള ഒരു ഗ്രന്ഥമല്ല പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് നമ്മൾ ഖുർആൻ വായിക്കുക എന്ന് പോലും പറയാൻ പാടില്ല. പിന്നെയോ ഖുർആൻ ഓതുക എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ നിയമാനുസരണമാണ് ഖുർആൻ ഓതേണ്ടത്. നാം അത് പാരായണം ചെയ്യുകയും അതിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് മാത്രം ജീവിക്കുകയും ചെയ്യണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഖുർആനിൽ പറഞ്ഞ ആ നിയമങ്ങളൊക്കെ അനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇഹപര വിജയം ലഭിക്കുകയുള്ളൂ. അള്ളാഹു തആല അതിനൊക്കെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി ഇവിടെ പറയാനുള്ളത്, ഉത്തരം പറയാം. ഏറ്റവും ശ്രേഷ്ഠമായ കിതാബ് ഏതാ? 4 കിതാബുകളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏതാ? പരിശുദ്ധ ഖുർആൻ. ഒരു സംശയമില്ല, അവിടെ ഖുർആൻ എന്ന് എഴുതി കൊടുക്കണം. ഇനിയോ ഖുർആൻ അവതരണം പൂർത്തിയായത് എത്ര വർഷം കൊണ്ടാ? 23 വർഷം കൊണ്ടാ. 40-ാമത്തെ വയസ്സിലെ അല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബിയാവുന്നത്? 63-ാമത്തെ വയസ്സിൽ മുത്തുനബി വഫാത്തായി. അപ്പോ ഈ ഒരു കൊല്ലക്കാലയളവുകൾക്കുള്ളിലാണ് പരിശുദ്ധമായ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്. ഇനിയോ ഖുർആൻ മാർഗനിർദ്ദേശമാണ് ആർക്ക്? ലോകാവസാനം വരെയുള്ള മുഴുവൻ ആളുകൾക്കും ഖുർആൻ മാർഗനിർദ്ദേശമാണ്. ഇനിയോ ഖുർആനിനോട് കാണിക്കേണ്ട 4 അദബുകൾ. നമ്മൾ ഇവിടെ കുറച്ച് അദബുകൾ പറഞ്ഞു. ഖുർആനോട് കാണിക്കേണ്ട മര്യാദകൾ എന്തെല്ലാം? ഖുർആനിന്റെ മീതെ ഒന്നും വെക്കാവതല്ല. ഖുർആന്റെ മുകളിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഒന്നും വെക്കാൻ പാടില്ല. പിന്നെയോ ശുദ്ധി കൂടാതെ അതിനെ തൊടാനോ ചുമക്കാനോ പാടില്ല. അപ്പൊ വുളുവോടുകൂടെ നമുക്ക് ഖുർആൻ തൊടാനും അതിനെടുക്കാനൊക്കെ പാടുള്ളൂ. പിന്നെയോ ഖുർആനിന്റെ നേരെ കാൽ നീട്ടാനോ അല്ലെങ്കിൽ വൃത്തിയില്ലാത്ത സ്ഥലത്ത് വെക്കാനോ ഒന്നും പാടില്ല. അപ്പോൾ ഈ 4 അദബുകളിൽ നിന്ന്, മര്യാദകളിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളത് അവിടെ എഴുതാം. ഇനിയോ പൂരിപ്പിച്ച് സാരം എഴുതാം. ഇന്നാ നഹ്നു ഡാഷ് ലഹാഫിളൂൻ. ഖുർആനിന്റെ ആയത്താണല്ലോ. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഈ ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ. ഈ ആയത്താണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ചുരുക്കത്തിൽ അഖീദയിൽ നമുക്ക് പരീക്ഷയ്ക്കുള്ളത് ഈ 4 ഭാഗങ്ങളാണ്. ആദ്യത്തെ 4 പാഠഭാഗങ്ങളാണ് ഈ വരുന്ന പാദവാർഷിക പരീക്ഷയ്ക്കുള്ളത്. വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ തന്നെ പഠിക്കണം. ഒന്നാമത്തതിൽ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു. ഒന്നാമത്തെ പാഠത്തിൽ ഈമാൻ കാര്യങ്ങൾ 6 ആകുന്നു അല്ലെ? അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. 2ാമത്തെ പാഠത്തിൽ മലക്കുകളെ കുറിച്ച് പറഞ്ഞു. എങ്ങനെയാണ് മലക്കുകൾ അള്ളാഹു തആല സൃഷ്ടിച്ചത്, എന്തൊക്കെയാണ് അവരുടെ പ്രത്യേകതകൾ എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പ്രധാനികളായ 10 മലക്കുകളുടെയും അവരുടെ ഡ്യൂട്ടികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് കിതാബുകളെ കുറിച്ചാണ്. കിതാബുകളെ കുറിച്ച് നേരത്തെ പഠിച്ചിട്ടുണ്ട്. 4 കിതാബുകളാണ്, 100 ഏടുകളാണ് ഇറക്കപ്പെട്ടത്. തൗറാത്ത്, ഇഞ്ചീൽ, സബൂർ, ഖുർആൻ, ഇങ്ങനെ 4 കിതാബുകളാണ് ഇറക്കപ്പെട്ടത്. ഇവിടെ നമ്മൾ പറഞ്ഞത് ആ കിതാബുകളുടെ ഭാഷ. തൗറാത്ത് ഹിബ്രുയിലും, അതുപോലെ സബൂർ ഗ്രീക്ക് ഭാഷയിലും, ഇഞ്ചീൽ സുറിയാനി ഭാഷയിലും, ഖുർആൻ അറബി ഭാഷയിലും. ഇതെല്ലാം നമ്മൾ പറഞ്ഞു.
ഇനി അടുത്തത് അവസാനമായി പറഞ്ഞത് അൽ ഫുർഖാനുൽ അദീം, പരിശുദ്ധമായ ഖുർആനിനെ കുറിച്ചാണ് നമ്മൾ അവസാനമായിട്ട് പറഞ്ഞത്. അള്ളാഹു ഇറക്കപ്പെട്ട ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥം അത് പരിശുദ്ധമായ ഖുർആനാണ്. അത് ഇറക്കപ്പെട്ടതായിരിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. ലോകാവസാനം വരെയുള്ള മുഴുവൻ ആളുകൾക്കും മാർഗനിർദ്ദേശമാണത്. പിന്നെ എന്നാൽ മറ്റു മുൻകഴിഞ്ഞു പോയ കിതാബുകളൊക്കെ അവരുടെ ആ ഒരു പ്രത്യേകമായ കാലക്കാർക്ക് മാത്രമുള്ളതായിരുന്നു. എന്നാൽ ഖുർആൻ ഇനി വരാനുള്ളവർക്ക് എല്ലാവർക്കും ഉള്ള കിതാബാണ് എന്നൊക്കെ പറഞ്ഞു. ആ ഖുർആനിൽ ഒരാൾക്കും ഒരു മാറ്റത്തിരുത്തലുകളും നടത്താൻ കഴിയൂല. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ എന്നെല്ലാം പറഞ്ഞു. അതുപോലെ ഖുർആനിനോട് നാം കാണിക്കേണ്ട ബഹുമാനങ്ങൾ, അദബുകൾ, അതിന്റെ മീതൊന്നും വെക്കാൻ പാടില്ല, ശുദ്ധി കൂടാതെ തൊടാൻ പാടില്ല, ചുമക്കാൻ പാടില്ല, അതിന്റെ നേരെ കാൽ നീട്ടാൻ പാടില്ല, വൃത്തിയില്ലാത്ത സ്ഥലത്തൊന്നും വെക്കാൻ പാടില്ല എന്നെല്ലാം പറഞ്ഞു. അതുപോലെ നിയമാനുസരണമല്ലാതെ അതിനെ ഓതാൻ പാടില്ല, ഇതെല്ലാം നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം വിദ്യാർത്ഥികൾ നല്ല രൂപത്തിൽ പഠിക്കുക. പ്രത്യേകിച്ച് പാഠങ്ങൾ എന്ത് ചെയ്യണം? നല്ല രൂപത്തിൽ വായിക്കണം. 2 or 3 തവണ ആവർത്തിച്ച് ഓരോ പാഠങ്ങളും വായിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷകളിലൊക്കെ നല്ല ഉന്നതമായ വിജയം നൽകി നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.